ആളും ബഹളവുമില്ലാതെ, ആർഭാട ആഘോഷങ്ങളില്ലാതെ, പാട്ടും ബഹളവും വലിയ ഒച്ചകളൊന്നുമില്ലാതെ നടി ഗ്രേസ് ആൻ്റണി വിവാഹിതയായിരിക്കുന്നു. തൻ്റെ ദീർഘകാല സുഹൃത്തിനെയും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ജീവിതവുമായി കൂട്ടിയെടുക്കാൻ വേണ്ടി, കൈകോർക്കാൻ വേണ്ടി കണ്ടെത്തിയ ദിവസവും ആർഭാടമില്ലായ്മയുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രശംസിക്കുകയാണ്. 1997 ജനിച്ച ഗ്രേസ് ആൻ്റണിക്ക് 28 വയസ്സാണ്. ഇന്ന് താരം വിവാഹിതയാകുമ്പോൾ തൻ്റെ ദീർഘകാല സുഹൃത്ത് കുറച്ചധികം വർഷങ്ങളായി തന്നെ തന്നോടൊപ്പമുള്ള തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ വിവാഹം കഴിക്കുന്നതിൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അനുഗ്രഹവും സന്തോഷവും മാത്രമാണ് ഗ്രേസ് ആൻ്റണി തേടിയത്. വെറും 10 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിവാഹമായിരുന്നു ഗ്രേസ് ആൻ്റണിയുടെയായി നടന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റുകൾ പങ്കുവയ്ക്കാതെ, ആരെയും അറിയിക്കാതെ, ഒരു ബഹളവുമില്ലാതെ നടത്തിയ ഗ്രേസ് ആൻ്റണിയുടെ വിവാഹം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത്. എബി ടോം സിറിയാക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിനെയും ഒരു ഗായകനെയും ഒക്കെയാണ് ഇപ്പോൾ ഗ്രേസ് ആൻ്റണി സ്വന്തം ഭർത്താവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൻ്റെ ദീർഘകാല സുഹൃത്തു കൂടിയാണ് ഗ്രേസ് ആൻ്റണിയുടെ എബി എന്നിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും ഇതിനു മുൻപ് ഗ്രേസ് ആൻ്റണി ഇതേ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണി പല കാര്യങ്ങളും നടിയായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ അധികവും പങ്കുവയ്ക്കാറില്ലായിരുന്നു. വിവാഹം വരെ പല താരങ്ങളിൽ നിന്നും മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഒരു ആഡംബര വിവാഹ റിസപ്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴും വിവാഹം വളരെയധികം തന്നെ രഹസ്യമായി നടക്കേണ്ട ഒന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ താരങ്ങളെന്ന നിലയിൽ അവർക്ക് അവരുടേതായ രീതിയുണ്ട് എന്ന് തന്നെ പ്രേക്ഷകരും അംഗീകരിക്കുന്നുണ്ട്. ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അറിയിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും വൈറലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്നതും പങ്കുവയ്ക്കുന്നതും. വളരെയധികം തന്നെ നന്നായി ആസ്വദിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പോകാൻ ഞങ്ങൾക്കായി എന്ന് തന്നെയാണ് ഗ്രേസ് ആൻ്റണിയുടെ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നതും. ഇപ്പോൾ നിരവധി പേർ അങ്ങനെ നടന്നൊരു വിവാഹത്തിനെക്കുറിച്ചാണ് പറയുന്നത്. താരങ്ങളായതുകൊണ്ട് തന്നെ ആളും ബഹളവും ഒന്നുമില്ലാതെ വിവാഹം കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഗ്രേസ് ആൻ്റണി ഈ തീരുമാനമെടുത്തത് വളരെ നന്നായി. എന്തു തന്നെയായാലും സ്വന്തം പയ്യനെ കണ്ടുപിടിച്ച് ഇത്രയും അധികം നാൾ കാത്തിരുന്ന തൻ്റേതായ കരിയർ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ ഗ്രേസ് ആൻ്റണി ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പറന്തുപോ എന്ന സിനിമയിലൂടെയാണ് അവസാനം ഗ്രേസ് ആൻ്റണി അഭിനയത്തിൽ കാഴ്ചവെച്ചത്. വളരെയധികം നന്നായി അത് തിയേറ്ററിൽ ഓടുകയും അത് കഴിഞ്ഞിപ്പോൾ OTTയിൽ പോലും പ്രശംസ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രം കൂടിയാണ് പറന്തുപോ. വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതിനകത്ത് ഗ്രേസ് ആൻ്റണി കാഴ്ചവെച്ചിരുന്നത്. അതിന് വളരെയധികം പ്രശംസ നേടുകയും ചെയ്തിരുന്നു. തമിഴിലും ഇപ്പോൾ ഗ്രേസ് ആൻ്റണിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുള്ളത് ഈ സിനിമയ്ക്ക് ശേഷമാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നതും അതുകൊണ്ടാണ്. എല്ലാവരും ആശംസാ പ്രവാഹം തന്നെയാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്.